ജോർജ് പുളിപ്പാർ ആദ്യഘട്ടത്തിൽ നമ്മൾ സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് UDF-നുണ്ടായ മേൽക്കൈ PV അൻവറായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, PV അൻവർ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് UDF-ന്റെ മെഷീനറി ഇപ്പോൾ താഴെ ബൂത്ത് മുതൽ പ്രവർത്തന സജ്ജമാകേണ്ട സമയമാണ്, മഴക്കാലം കൂടിയാണ്. അതിനിടയിലാണ് നേതാക്കളുടെ ശ്രദ്ധയെ മാറ്റുന്ന തരത്തിൽ PV അൻവർ ഇതിനിടയിലൂടെ UDF പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആർക്കനുകൂലമായൊരു സാഹചര്യമാണ് ഒരുക്കുന്നത്. ഇത് നേരത്തെ LDF കൺവീനർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ LDF-ന് എന്തെങ്കിലും സാധ്യതയായിട്ട് മാറുമോ? ഡോക്ടർ അരുൺ, താങ്കൾ സൂചിപ്പിച്ച കാര്യത്തെ നമുക്ക് പാടെ നിഷേധിക്കാൻ കഴിയില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു. ആര്യടൻ ഷൗക്കത്ത് ആണ് സ്ഥാനാർത്ഥി എന്ന് വളരെ ആധികാരികമായിട്ട് AICC പ്രഖ്യാപിച്ചു. അതിനെ ചൊല്ലി UDF-ലോ കോൺഗ്രസ്സിലോ അവസരങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ VS ജോയിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപശ്രുതി ഉണ്ടായേക്കാം എന്നുള്ള തോന്നലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ പലരും വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ വളരെ കൃത്യമായി തന്നെ ആരും പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഒരു പ്രതികരണമാണ് ജോയിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ നിശാം സെയ്ദ് പറഞ്ഞതുപോലെ കോൺഗ്രസ്സിനകത്തു നിന്നോ UDF-നകത്തു നിന്നോ അപശ്രുതികളൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും UDF-ൻ്റെ ഭാഗമാകാത്ത PV അൻവറിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങൾ. അത് നല്ലതല്ല. അത് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ UDF-ന് കിട്ടാമായിരുന്ന നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് PV അൻവർ കൂടി ഈ UDF-നൊപ്പം ചേർന്ന് നിലമ്പൂരിൽ വലിയൊരു മത്സരം LDF-നെതിരെ പിണറായി സത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാക്കി മാറ്റിയിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഒരു അനായാസ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുടക്കത്തിലൊരു വലിയ ബിഗ് ലീപ്പിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ആ ബിഗ് ലീപ്പ് ഇല്ലാതെ പോയതിൻ്റെ കാരണം ഈ അപശ്രുതിയാണ്. PV അൻവർ ഈ സ്ഥാനാർത്ഥിയെ ചൊല്ലി സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ PV അൻവറിൻ്റെ തുടക്കം മുതൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ആദ്യം തന്നെ സാധാരണഗതിയിൽ ആരെങ്കിലും പറയുന്നൊരു കാര്യമാണോ UDF-ൻ്റെ സ്ഥാനാർത്ഥി ഇന്നയാൾ സ്ഥാനാർത്ഥിയാകണം, ഈ പറഞ്ഞ ആര്യടൻ ഷൗക്കത്ത് തിരക്കഥ എഴുതാൻ പോകട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ സംവിധാനം ചെയ്യാൻ പോകട്ടെ എന്നൊക്കെ പറഞ്ഞത് മുതൽ തന്നെ ആ പ്രശ്നം ഉള്ളതാണ്. ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം PV അൻവർ എന്ന് പറയുന്ന ആൾ UDF-ൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും മേൽ നിന്നുകൊണ്ട് അവിടെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരാൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അന്തസ്സുള്ള ഏതെങ്കിലും പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? PV അൻവർ ചെയ്തത് ശരിയായ രീതി അല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നമാണത്. അപ്പോൾ അതുകൊണ്ട് അരുൺ ചൂണ്ടിക്കാണിച്ചത് വളരെ കറക്റ്റാണ്. വളരെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് LDF-നേക്കാൾ മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്ത് എത്തി പ്രചരണം വളരെ ശക്തമായി ആരംഭിച്ചാൽ കിട്ടുമായിരുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് PV അൻവർ ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഒട്ടൊരളവ് വരെ നഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ PV അൻവർ ഇങ്ങനെയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയാലും UDF-നകത്ത് അപശ്രുതികളില്ല. ഇപ്പോൾ പല UDF നേതാക്കളും പറയുന്ന പോലെ PV അൻവറിന് വഴങ്ങിക്കൊണ്ട് UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എന്തായിരിക്കും വിമർശനം? LDF പറയാൻ പോകുന്ന ഏറ്റവും വലിയ വിമർശനം കണ്ടില്ലേ? അതായത് UDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പോലും നിശ്ചയിക്കുന്നത് PV അൻവറാണ്. എന്തൊരു വിധേയത്വമാണിത്! എന്തൊരു അധപ്പതനാണിത്! UDF എന്ന് പറയുന്ന മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പാർട്ടിയും PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് വിധേയന്മാരായി മാറുന്ന ഇത് എന്തൊരു നാണം കെട്ട കാഴ്ചയാണെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയൊരു ആയുധമായി മാറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ UDF വളരെ ശക്തമായി തന്നെ PV അൻവറിൻ്റെ ആവശ്യം തള്ളുന്നു. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള അവകാശം കോൺഗ്രസിൻ്റേത് മാത്രമാണ് അല്ലെങ്കിൽ UDF-ൻ്റേതാണ് എന്ന് അവർ അസന്നിഗ്ധമായി പറയുന്നു. അതിൽ വളരെ കൃത്യമായൊരു മെസ്സേജ് അൻവറിന് നൽകുന്നുണ്ട്. അൻവർ നിൽക്കേണ്ടിടത്ത് നിന്നാൽ മതി, കയറി മേയാൻ നോക്കണ്ട. അങ്ങനെ നോക്കിയാൽ അത് അൻവറിന്റെ അഭിപ്രായം പറയൂ. UDF-മായി സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ, അതിനുശേഷം UDF തീരുമാനിക്കുമെന്നുള്ള വളരെ ശക്തമായ ഒരു സന്ദേശം PV അൻവറിന് വളരെ നിർണായകമായ ഒരു പ്രസ്താവനയാണത്. ഏറ്റവും കൊടുക്കാവുന്ന ഏറ്റവും നല്ല മെസ്സേജാണ്, പ്രസ്താവനയാണ്, സംശയമൊന്നുമില്ല. ജോർജ് പുളിപ്പാറ. Debate with Dr. Arun Kumar.